സ്ഥിരം റിവ്യൂ പരിപാടി വിട്ടിട്ട് കുറേ നാളായി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ട്. റിവ്യൂ അല്ലാതെ വേറെ എന്ത് ആ ഒരു രീതിയിലൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതി. കാരണം കുറേ ആൾക്കാർക്ക് അറിയത്തില്ല ഇങ്ങനത്തെ ഈ ഒരു കാറ്റഗറിയിൽ ഇത്രയും പരിപാടി ഉണ്ടെന്ന്. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ്, മെയിൻ ഒരു കാറ്റഗറി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പിന്നെ അതല്ലാതെ ചെറിയ രീതിയിൽ പടങ്ങൾ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ ഒരു പടമെങ്കിലും ചെയ്യണം എന്ന് കരുതി വേറെ സ്ഥലത്തൊക്കെ പോയി ബിസിനസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇതിനെപ്പറ്റി അറിയാതെ കളത്തിൽ ഇറങ്ങി അതിൽ കൂടുതൽ ആൾക്കാരും ലോസേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് നാലും അല്ലാതെ ഈ മെയിൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ പേരായിരിക്കും, പക്ഷേ ഇവർക്ക് ബിനാമികളായിട്ട് വേറെ ആൾക്കാർ കാണും. അപ്പം ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകളാണ് ഒരു വർഷം ഇവിടെ സംഭവിക്കുന്നത്, പ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് സാധാ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നതോ പ്രീ പ്രൊഡക്ഷനോ അല്ല, ഷൂട്ടിംഗ് സംഭവിക്കുന്ന സിനിമകളുടെ കാര്യമാണ്. അപ്പോൾ അതിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് റിലീസ് ആവാതെ പോയത് ഒന്നെങ്കിൽ അത് ഡിലേ ആവുന്നതായിരിക്കും, ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഷെൽവ് ചെയ്ത സിനിമകളെ പറ്റിയാണ്. ഒരുപാട് സിനിമകളുണ്ട്, മെയിൻ സ്റ്റാർസിൻ്റെ മെയിൻ ഡയറക്ടേഴ്സിനെ ഉൾപ്പെടുന്ന സിനിമകളുണ്ട്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ കൂടുതലും അറിയാൻ വഴിയില്ല. ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ഒരു 10 സിനിമയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് സിനിമ റാമാണ്. എല്ലാവർക്കും അറിയാം എന്ന് ഷൂട്ടിംഗ് തുടങ്ങിയത്. 2019 ഷൂട്ടിംഗ് തുടങ്ങി, 20 കോവിഡ് വന്നപ്പം ഫസ്റ്റ് ഒരു സിനിമയായിട്ട് അവർ ചെയ്തു തുടങ്ങി. 20 കോവിഡ് വന്നപ്പം 90% ഷൂട്ടിംഗ് കഴിഞ്ഞ് നിർത്തിയ സിനിമയാണ്. പക്ഷേ കോവിഡ് ടൈമിൽ അവർക്കൊരു ഐഡിയ വന്നു, ഇതിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം, 2 പാർട്ടായിട്ട് ചെയ്യാം, റാം പാർട്ട് 1, റാം പാർട്ട് 2. അങ്ങനെ അന്ന് ഈ ഒരു ഐഡിയ ഇല്ലായിരുന്നെങ്കിൽ ആ 10% കൂടെ തീർത്ത് എപ്പോഴെങ്കിലും പരിപാടി തീർത്ത് പണ്ടേ ഇറങ്ങേണ്ട സിനിമയാണ്. ഈ സെക്കൻഡ് പാർട്ടൊന്നും കൂടെ വന്നുകൊണ്ട് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബാക്കി വന്നു. അപ്പോൾ അവർ ഒരുമിച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ. അങ്ങനെ അത് നീണ്ടു പോയി. ഇപ്പോഴും ജിത്തു ജോസഫിനോടോ മോഹൻലാലിനോടോ ആരോട് ചോദിച്ചാലും ഇത് പറയാൻ മറന്നുപോയി. ഇതിൽ അഭിനയിക്കുന്ന മോഹൻലാലാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അഭിനയിക്കുന്ന മോഹൻലാലാണ്, നായിക തൃഷയാണ്, ഇന്ദ്രിയത്തൊരു മെയിൻ റോളുണ്ട്, സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫാണ്. ഇത്രയും മതിയല്ലോ. മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബിഗ് ടിക്കറ്റ് സിനിമ തന്നെയാണ്. ആക്ഷൻ സിനിമയാണ്, പ്രോപ്പർ മറ്റേ ഡിഷും ആക്ഷൻ അല്ലാതെ പ്രോപ്പർ ആക്ഷൻ പരിപാടികളാണ് എന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. കുറേ വലിയ ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അവസ്ഥ ഇതാണ്. ഇപ്പോഴും ജിത്തു ജോസഫിനോടോ മോഹൻലാലിനോടോ ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഉണ്ട്, പ്രൊഡക്ഷൻ്റെ ഡിലേ ഉണ്ടെന്നാണ്. അറിയത്തില്ല, എനിക്ക് തോന്നുന്നത് അത് ഡ്രോപ്പായെന്നാണ്. കാരണം ഇനി അതൊന്നും സംഭവിക്കാൻ വളരെ വിരളമായ ചാൻസേ ഉള്ളൂ. കാരണം ജിത്തു ജോസഫ് ബാക്ക് ടു ബാക്ക് ഇപ്പോഴും ഒരു 3-4 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിനിടയ്ക്കൊക്കെ എപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഡ്രോപ്പായിട്ടുണ്ടെന്നാണ്. രണ്ടാമത്തെ സിനിമ സുരേഷ് ഗോപി നായകനായ വരാഹം എന്ന സിനിമയാണ്. സുരേഷ് ഗോപിയെ കൂടാതെ തന്നെ സുരാജും ഗൗതം വാസുദേവ് മേനോനും മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. ഇതിൽ സുരേഷ് ഗോപിയുടെ ലുക്കൊക്കെ രസമാണ്. മറ്റേ പടം കോമഡിയും കൂടെ ആവും, പടം അതായത് വലിയ ട്രോളും കൂടെ ആവുകയാണെങ്കിൽ ഏറ്റവും ട്രോളിൽ ഏറി കയറ്റാൻ പറ്റിയൊരു ടൈപ്പ് ലുക്കാണ്. അത് നമ്മൾ സിനിമ കാണാതെ പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷേ ജസ്റ്റ് പറഞ്ഞതാണ്, കാഷ്വലി പറഞ്ഞതാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സനൽ വി ദേവനാണ്. ഈ സിനിമ ഈവൻ ഇതിൻ്റെ ടീസറും പിന്നെ കുറേ പ്രോമോ മെറ്റീരിയലൊക്കെ ഇറങ്ങി. എന്നിട്ട് സിനിമ ഒരു പോക്ക് അങ്ങോട്ട് പോയി. കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴേ വന്നതാണ്. പിന്നെ ആ പോക്ക് പോയി. ഇപ്പോഴും ഒരു വിവരവും ഇല്ല ഇതിൻ്റെ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ടീമിൻ്റെ ഒക്കെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോൾ അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് വിടുന്നില്ല. ഒരു ഡ്രോപ്പായെന്നാണ് തോന്നുന്നത്. ഒരു പിടുത്തവും ഇല്ല. ഒഫീഷ്യലി ഡ്രോപ്പ് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡിലേ എന്ന് കരുതാം. മൂന്നാമത്തെ സിനിമ ആസിഫ് അലി നായകനായ ഹൗദിനി എന്ന് പറയുന്ന സിനിമയാണ്. 2023 ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ്. ഈ സിനിമ കഴിഞ്ഞിട്ടാണ് ആസിഫ് അലി നേരെ ടിക്കി ടാക്കയിലോട്ട് ജോയിൻ ചെയ്ത് ടിക്കി ടാക്കയിൽ ഇവൻ്റെ പരിക്ക് പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ടിക്കി ടാക്ക ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ടിക്കി ടാക്ക ഇപ്പം റീഷൂട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് തീർന്ന പടമാണ് ഹൗദിനി. പ്രജേഷ് സെൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 സിനിമ അടിപൊളിയായിരുന്നു, ക്യാപ്റ്റനും വെള്ളവും. മൂന്നാമത്തെ സിനിമ മേരി ആവാസനും എനിക്കിഷ്ടപ്പെട്ടതാണ്, പക്ഷേ പൊതുവേ എല്ലാവർക്കും നെഗറ്റീവ് പറഞ്ഞ പടമാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ്. അപ്പം ചെയ്യുന്ന സിനിമയാണ്. ഇതൊരു ഹൗദിനി ദ കിങ് ഓഫ് മാജിക് എന്നാണ് ഇതിൻ്റെ ടാഗ്. അപ്പം മാജിക്കിനെ പറ്റിയാണ് സിനിമ. ഇതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങി, അതും നമുക്കൊരു മാജിക്കിൻ്റെ കൺസെപ്റ്റ് തോന്നുന്ന തരത്തിലുള്ളതാണ്. കൂടുതൽ ഒരു അപ്ഡേറ്റ് വരത്തില്ല. ഇതിൽ ആസിഫ് അലിയുടെ ഒഫീഷ്യൽ ലുക്ക് പോലും വന്നിട്ടില്ല. മജീഷ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റ്യൂമും ഗെറ്റപ്പും ഒന്നും വന്നിട്ടില്ല. ഒരു ഫസ്റ്റ് ലുക്ക് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ടൈറ്റിൽ ലുക്ക് മാത്രമാണ് വന്നത്. അന്ന് പെട്ടെന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ ഒരു കൊച്ചു സിനിമയാണ്, പെട്ടെന്ന് കഴിഞ്ഞാണ്. ഗുരു സോമസുന്ദർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റും ഇല്ല. ഇതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് അറിഞ്ഞത് ഈ പ്രജേഷന് ഒരു ഇൻ്റർവ്യൂ ക്യൂവിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ചാനലിൽ വന്നായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈദിനിറങ്ങുമെന്ന്. ഈ ഫെബ്രുവരിയിൽ എന്തോ പറഞ്ഞാണ്. ഈദെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇപ്പം ഈ ഏപ്രിൽ ആ സമയത്താണ്.
അത് കഴിഞ്ഞിട്ട് ആസിഫലിയുടെ 2 സിനിമ ഇറങ്ങി, സർക്കിട്ടും ഇറങ്ങി, ആബിദ് കുറ്റാളി ഇറങ്ങി, ഹീദും കഴിഞ്ഞു, ബക്രീദും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞു. ഒരു പിടുത്തവും ഇല്ല. എത്ര നാളായി. അതൊക്കെ ഡ്രോപ്പ് ആയ അവസ്ഥയാണ്. ഇതിന് ശേഷം ഇദ്ദേഹത്തിന് തന്നെ ദ സീക്രട്ട് ഓഫ് വുമൺ എന്ന് പറഞ്ഞൊരു ചെറിയ പടം ഇറങ്ങി പൊട്ടിയായിരുന്നു, പ്രജേഷ് സെന്നിൻ്റെ. അപ്പോൾ എനിക്കറിയത്തില്ല, എന്നെ സംബന്ധിച്ചത് ഇപ്പോഴും ഇദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞുകൊണ്ട് തന്നെ ഡ്രോപ്പ് എന്ന് പറയാറായിട്ടില്ല, ഡിലേ ആണ്. ഡ്രോപ്പ് ആവാതിരിക്കട്ടെ. ഇങ്ങനത്തെ ഇപ്പം പറഞ്ഞ 3 സിനിമകൾ അത്യാവശ്യം വലിയ സിനിമകളാണ്. അപ്പോൾ അത് 3 ഇറങ്ങട്ടെ. റാമിൻ്റെ കാര്യം പോട്ടെ, മറ്റേത് 2 ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് 2 എന്തായാലും ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ 4ാമത്തെ സിനിമ ആടിൻ്റെ ഫുൾ ടീം ഉള്ളത് അജയ് സൂര്യ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും. നായകന്മാരായിട്ട് അജു വർഗീസ്, ഇന്ദ്രൻസ്, വിജയ് ബാബു, പ്രൊഡക്ഷൻ വിജയ് ബാബു ആണ്, സംവിധാനം മിഥുൻ മാനുവൽ തോമസ്. ഈ ടീമുള്ള അർദ്ധരാത്രിയിലെ കൂടാന്ന് പറഞ്ഞ സിനിമയാണ്. ഇത് കോവിഡ് ടൈമിൽ കോവിഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമകളിലൊന്ന് ഇതാണ്. 2020 അന്ന് 5 വർഷമായി, ഒരു അപ്ഡേറ്റും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വിജയ് ബാബു ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നൊരു 23, 24 വരെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഇപ്പോൾ ഈ പടക്കളത്തിൻ്റെ ഇതിലായാലും ശരി, അതിന് മുമ്പത്തേതിലായാലും ശരി, ഇദ്ദേഹം ഇതിനെപ്പറ്റി മിണ്ടാറ് പോലും ഇല്ല. മിഥുൻ മാനുവൽ പിന്നെ പണ്ടേ മിണ്ടാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷൂട്ടിങ്ങൊക്കെ പണ്ടേ കഴിഞ്ഞ് കൊച്ചു പടമാണ്, ഷൂട്ടിംഗ് കഴിഞ്ഞ് കയ്യിൽ നിന്ന് വാളിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. OTTക്ക് വേണ്ടി ട്രൈ ചെയ്ത്, പിന്നെ OTT ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു എഗ്രിമെൻ്റ് പരിപാടിയൊക്കെ മാറിയല്ലോ, തിയേറ്റർ വേണമെന്ന് നിർബന്ധമല്ല തിയേറ്റർ റിലീസേ. ആ സമയത്ത് പാളിപ്പോയൊരു സിനിമയായിട്ടാണ് എനിക്ക് പാളിപ്പോയതുകൊണ്ട് തിയേറ്ററിൽ റിലീസാവാത്ത സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഉറപ്പാണ്, അത് ഡ്രോപ്പ്ഡ് തന്നെയാണ്. ഡ്രോപ്പ്ഡല്ല, ഷെൽവ്ഡാണ്. ഡ്രോപ്പ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് നിർത്തുന്നതാണ്, ഷെൽവ്ഡാണ്. ഇതെല്ലാം പണിയും കഴിഞ്ഞിട്ട് ഷെൽഫിലിരിക്കുവാണ് സേഫായിട്ട്. ഇറക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നല്ല ടീമൊക്കെ ആയതുകൊണ്ട് ഇറങ്ങിക്കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഇറങ്ങുമെന്ന്. 5ാമത്തെ സിനിമ ബെർമുഡ. കോവിഡിന് ശേഷം ഇത്രയും തവണ റിലീസ് ഡേറ്റ് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തൊരു സിനിമ വേറെ ഇല്ല. TK രാജീവ് കുമാർ എഴുതി സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗവും വിനയ് ഫോർട്ടും മെയിൻ നായകന്മാരായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ബെർമുഡ. ട്രെയിലർ ഇറങ്ങി, വെറൈറ്റി കൺസെപ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോസ്റ്ററും ഒക്കെ അതായിരുന്നു, ഒരു കാരിക്കേച്ചറിഷ് ടൈപ്പുള്ളതായിരുന്നു. പക്ഷേ ഒരു ഫാസ്റ്റ് പേസ് പരിപാടിയോ എൻ്റർടൈനർ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു കോമഡി, ഒരു സറ്റേറിക്കൽ കോമഡി ജോണറാണ്. അത് എത്ര നാളായി ഇപ്പം, ഒരുപാട്, ഒരു 22 തൊട്ട് ഒരു 4-5 ഡേറ്റ് പറഞ്ഞു. അവസാനത്തെ ഒരു 1.5 വർഷമായിട്ട് ഒരു അനക്കവും ഇല്ല. അതും എന്നെ സംബന്ധിച്ച് ഷെൽഫിലിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്, ഷെൽഫ്ഡായിട്ടാണ്. കാരണം ഇതൊന്നും നമ്മളോട് ആരും ഒന്ന് പറഞ്ഞതല്ല, പക്ഷേ നമ്മുടെ ഒരു യുക്തിബോധവും സിനിമ ഇത്രയും കാണുന്നതുകൊണ്ട്, സിനിമയുടെ പരിപാടികൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ഹൗദിനിയോ വരാഹോ ഒക്കെ വേണേൽ ഇറങ്ങാം, റാം വേണേൽ ഷൂട്ടിങ് തീർക്കാം. പക്ഷേ ഈ പറഞ്ഞ അർദ്ധരാത്രിയിലെ കൂടെ ആയാലും ശരി, ബെർമുഡ ആയാലും ശരി, ഇനി ഇറങ്ങാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 6ാമത്തെ സിനിമ കേറ്റം, എ ഹവർ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഇതൊരു ഫെസ്റ്റിവലിന് വേണ്ടി മെയിനായിട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ OTTയിലെങ്കിലും വരാറുള്ളതാണ്. ഇത് പക്ഷേ ഒരു അനക്കവും ഇല്ല. ഫെസ്റ്റിവലിന് പ്രീമിയർ ചെയ്ത് 2 അഭിപ്രായം വന്നു, നല്ലതെന്നും ഉണ്ടായിരുന്നു, മോശമാണെന്നും ഉണ്ടായിരുന്നു. മഞ്ജു വാര്യറാണ് ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. സനൽകുമാർ ശശിധരൻ, വിവാദങ്ങളുടെ നായകൻ സനൽകുമാർ ശശിധരൻ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമയെപ്പറ്റിയും കുറേ വിവാദം ഉണ്ടായിരുന്നു, വഴക്കിനെപ്പറ്റിയും എല്ലാത്തിനെപ്പറ്റിയും ഉണ്ടായിരുന്നു. അറിയത്തില്ല ഇതിൻ്റെയൊക്കെ അനക്കം എന്താണെന്ന്. തിയേറ്റർ റിലീസൊന്നും ഇനിയും കാണാൻ വഴിയില്ല. വല്ലപ്പോഴും ഏതെങ്കിലും സമയത്ത് OTTയിലോ അല്ലെങ്കിൽ വഴക്കിന് ഇയാൾ ചെയ്ത പോലെ ഇയാൾ തന്നെ വഴക്ക് പിടിച്ച് ഇയാളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വല്ല ലിങ്ക് ഷെയർ ചെയ്താൽ അങ്ങനെ കണ്ടാലേ ഉള്ളൂ. അല്ലാതെ തിയേറ്റർ റിലീസിനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട വഴക്കല്ലാതെ വേറെ വഴക്കുകളും ഇതിൻ്റെ ഇടയിൽ മഞ്ജു വാര്യറും ഇവരും തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഇതാണ് 6ാമത്തെ സിനിമ കയറ്റം. 7ാമത്തെ സിനിമ ഖാജുറാഹോ ഡ്രീംസ്. മനോജ് വാസുദേവനാണ് ഈ സിനിമയുടെ സംവിധായകൻ. സേതു ആണ് ഇതിൻ്റെ റൈറ്റർ. അദ്ദേഹമാണല്ലോ ഒരു എസ്റ്റാബ്ലിഷ്ഡ് നെയിം ടെക്നിക്കൽ ക്രൂവിലുള്ളത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ശ്രീനാഥ് ബാസി, ഷറഫുദ്ദീൻ, അർജുൻ അശോകൻ, അതിഥി രവി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ധ്രുവൻ, ഇവരൊക്കെയാണ് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. ഒരു ട്രാവൽ മൂവിയാണ്. ട്രെയിലറൊക്കെ ഇറങ്ങിയായിരുന്നു, ഒരു രസമുള്ള ട്രെയിലറായിരുന്നു. പല സ്ഥലങ്ങളിൽ പല ലാൻഡ്സ്കേപ്പൊക്കെ കാണിക്കുന്ന ഒരു ട്രാവൽ മൂവിയാണ്. ഒരു ട്രാവൽ അഡ്വഞ്ചർ മൂവി ആയിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഇതും കഴിഞ്ഞ വർഷം റിലീസ് അനൗൺസ് ചെയ്ത സിനിമയാണ്. ഒറ്റടുത്തവണ റിലീസ് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് അന്ന് റിലീസായില്ല. പിന്നെ അതിനെപ്പറ്റി ഒരനക്കവും ഇല്ല. എനിക്ക് തോന്നുന്നത് സാമ്പത്തികമായിട്ടുള്ള എന്താ പ്രശ്നം കൊണ്ടാണ് ഇറങ്ങാത്തതെന്നാണ്. കാരണം വേറെ ഒരനക്കവും ഇതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തീർന്നാലേ ഇനി അനക്കം ഉണ്ടായിട്ട് കാര്യമുള്ളല്ലോ, അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അത് എന്നെ സംബന്ധിച്ച് ഒരു ഡിലേ ആയിട്ടുള്ള സിനിമയാണ്, ഒരു ലോങ് ഡിലേ ആയിട്ടുള്ള സിനിമയാണ്. എന്തെങ്കിലും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സാമ്പത്തിക പ്രശ്നം കഴിയുമ്പോൾ. പക്ഷേ അന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ ഓൾറെഡി ചിലപ്പോൾ ഇത് ഔട്ട്ഡേറ്റഡ് ആയി കാണും. ഇനിയിപ്പോൾ കുറേ വെയിറ്റ് ചെയ്താൽ അത് ഡബിൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ട് ഒരു കാര്യമില്ലാതെ പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടാതിരിക്കട്ടെ, പെട്ടെന്നിറങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 8ാമത്തെ സിനിമ നമുക്ക് കോടതിയിൽ കാണാം. ശ്രീനാഥ് ബാസി നായകനായ സിനിമയാണ്. സഞ്ജിത്ത് ചന്ദ്രസേനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ചെയ്ത മറ്റൊരു ഗംഭീര സിനിമയാണ് ത്രയം.
ഈ അടുത്ത് കണ്ടുള്ളതിൽ വെച്ച് ഏറ്റവും പോട്ടെ എല്ലാവർക്കും മനസ്സിലാവാൻ എളുപ്പത്തിൽ പറയാം. ധ്യാൻ ശ്രീനിവാസൻ കോവിഡിന് ശേഷം ചെയ്ത സിനിമകളിൽ ഏറ്റവും മോശപ്പെട്ട സിനിമയാണ്. അദ്ദേഹം ചെയ്ത എല്ലാ സിനിമയും മോശമാണ്, 1-2 ഒഴിച്ച്. അതിൽ ഏറ്റവും മോശപ്പെട്ട സിനിമയാണ് ത്രയം. അപ്പോൾ തന്നെ അതിൻ്റെ ഇത് മനസ്സിലാക്കാം. അത് വെച്ചിട്ട് ഈ സിനിമയെ താരതമ്യം ചെയ്യുന്നില്ല. ഒരു ചെറിയ ടീസർ എന്തെങ്കിലും സിനിമയുടെ ഇറങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഫസ്റ്റ് ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശ്രീനാഥ് ബസ്സിയെ വെച്ചിട്ട്. അങ്ങനെ ത്രയം പോലെ ആവാതിരിക്കട്ടെ. ഇനി ത്രയം പോലെ ആയതുകൊണ്ടാവാം മേ ബി ഇത് ഇറങ്ങാത്തത്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതും ഷൂട്ടിംഗ് പണ്ടേ കഴിഞ്ഞ സിനിമയാണ്. ഇതിൻ്റെ സംവിധായകൻ്റെ പിണക്കവും വിഷമവും ഒക്കെ ധ്യാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 2 സിനിമയും തിയേറ്ററിൽ റിലീസായില്ല എന്നൊക്കെ, അതായത് ഈ പണി നിർത്തുക എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം ത്രയം റിലീസായി. അങ്ങനെ അതുപോലെ സിനിമ ചെയ്യാനാണെങ്കിൽ അതിൽ നല്ലത് പണി നിർത്തുന്നതാണ്. പക്ഷേ ത്രയത്തിൻ്റെ റിവ്യൂ അല്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഈ സിനിമ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് തിയേറ്ററിൽ വരട്ടെ. വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പോയി കാണും. ഡിലേ ആയിട്ടുള്ള ഏറ്റവും ഡിലേ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാവാം. 9ാമത്തെ സിനിമ വെള്ളയപ്പം എന്ന് പറയുന്ന സിനിമയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് സ്ട്രാറ്റജി എന്നായിരുന്നു എന്ന് വെച്ചാൽ റോമ തിരിച്ച് മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു സിനിമയാണ്. അങ്ങനെയാണിത് അവർ മാർക്കറ്റ് ചെയ്തത്. കോവിഡിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം ആദ്യം ഷൂട്ട് തുടങ്ങിയ സിനിമകളിലൊന്നാണിത്. 18-ാം പടിയിലൊക്കെയുള്ള അക്ഷയാണ് നായകൻ, നൂറിൻ ഷെറീഫാണ് നായിക. റോമ ഒരു ക്യാരക്ടർ റോളാണ്. അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു റോം കോം ജോണർ പരിപാടിയായിരുന്നു. പ്രവീൺ രാജാണ് സംവിധായകൻ. ഇത് അന്ന് കഴിഞ്ഞാണ്, അന്നിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇറങ്ങി അന്ന് തീർന്നതാണ്. 1-2 പാട്ടും ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരനക്കവും ഇല്ല. ഇത് ഡിലേ ഒന്നുമല്ല, പ്രോപ്പർ ഷെൽവിഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ സിനിമയൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരനക്കവും ഇല്ല. 2020 കഴിഞ്ഞതാണ്, ഒരു പിടുത്തവും ഇല്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു ഷെൽവിഡായിട്ടാണ് തോന്നുന്നത്. ഇറങ്ങിയ ഭാഗ്യം. അവസാനത്തെ സിനിമ, 10ാമത്തെ സിനിമ വൺ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. ബാലു വർഗീസാണ് നായകനായിട്ടുള്ളത്. ഇഷ്കിലയൊക്കെ, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി, പുള്ളിക്കാരിയാണ് ഹീറോയിൻ. ഇതിൻ്റെ പോസ്റ്ററൊക്കെ നല്ല രസമാണ്. പക്ക കളർഫുൾ പരിപാടിയാണ്. കൊച്ചിയിലാണെന്ന് തോന്നുന്നു കഥ നടക്കുന്നത്. പിന്നെ പക്ക ഒരു റോം കോം പരിപാടിയായിട്ടാണ് തോന്നിയത്. സിമായോണാണ് ഈ സിനിമയുടെ ഡയറക്ടർ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ ഒരു ടീസർ എന്താ ഇറങ്ങിയെന്നാണ് ഞാൻ പണ്ടെന്തോ കണ്ടായിട്ടൊരു ഓർമ്മയുണ്ട്. പണ്ടേ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തതാണ്. കുറേ തവണ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തതാണ്. ലാസ്റ്റ് പറഞ്ഞത് കഴിഞ്ഞ ബക്രീദിനാണ്, കഴിഞ്ഞ വർഷത്തെ ബക്രീദിനാണ്. അന്നും ഇറങ്ങിയില്ല. അപ്പം ഇനി ഇത് ഇറങ്ങുമെന്നറിയില്ല. ഇറങ്ങിക്കണ്ട, എനിക്ക് ബാലു വർഗീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല ആർട്ടിസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് കാണാനൊരാഗ്രഹം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റോം കോം ജോണ്ടർ ഒരു ഫേവറേറ്റ് ജോണ്ടറാണ് നമുക്ക് എല്ലാവർക്കും. അപ്പം അങ്ങനെ ഇത് ഇറങ്ങിക്കാണാൻ പറ്റട്ടെ. അപ്പോൾ ഇതാണ് ഈ 10 സിനിമ. ഇതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമ അറിയാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇതിലേതൊക്കെ സിനിമയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള തോട്ട് പറയുക. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേറെ സിനിമ എനിക്കിപ്പോൾ അറിയാത്ത ഒരു ലിസ്റ്റ് കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് അടുത്ത ദിവസം തന്നെ വരും. ഇതുപോലെ തന്നെ ഒരു 10 സിനിമകൾ വരും. അപ്പം അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഉള്ള കമൻറ്റ് ചെയ്താൽ ഞാൻ 10 ഇല്ലാത്ത സിനിമകളാണോ എങ്കിൽ നോക്കിയിട്ട് എനിക്കതും ഉൾപ്പെടുത്താമല്ലോ. എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആകുമല്ലോ. അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. കൂടുതൽ ഓൾറെഡി ഡിലേ ഭയങ്കര ലെങ്തായി, ഇനിയും കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. അപ്പം താങ്ക് യു.